പത്തനംതിട്ടയിൽ സ്കൂൾ കോമ്പൗണ്ടിൽ ആൽമരം കടപുഴകി വീണു. കൂടൽ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മരം വീണിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, കേടുപാടുകൾ സംഭവിച്ചോ? അവിടുത്തെ ക്ലാസ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണോ? കുട്ടികൾ ഇല്ലാഞ്ഞത് വലിയൊരു അപകടം ഒഴിവായോ? എപ്പോഴാണ് ഈ സംഭവം പ്രവീൺ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടന്നത്. അരുൺ പറഞ്ഞതുപോലെ പകൽ സമയത്ത് അല്ല ഈ സംഭവം നടന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു. ഒരുപക്ഷെ സ്കൂൾ പ്രവർത്തിക്കുന്ന സമയമായിരുന്നുവെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു ആൽത്തറയൊക്കെ കെട്ടി വളരെ മനോഹരമാക്കി നിർത്തിയിരുന്ന ഒരു വൃക്ഷമായിരുന്നു. വളരെയധികം പഴക്കമുള്ള, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആൽമരം കൂടിയായിരുന്നു. അതാണ് ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായിട്ടുള്ള കാറ്റിൽ കടപുഴകി വീണത്. സ്കൂളിൻ്റെ ഏതാനും ഭാഗങ്ങളിലേക്ക് ആണ് ഇതിൻ്റെ ചില്ലകളൊക്കെ വന്ന് പതിച്ചിട്ടുള്ളത്. ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് ഈ ആൽമരം അത് പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഏത് നിമിഷവും വീഴാം എന്നുള്ള രീതിയിൽ ഒരു പരാതി ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ PTA കൊടുത്തിരുന്നു. പക്ഷെ അതിന്മേലൊന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഒരു വലിയ അപകടമാണ് ഒഴിവായത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് പകൽ സമയത്ത് സ്കൂൾ പ്രവൃത്തി സമയത്ത് ഈ അപകടം സംഭവിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഊഹിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. കുട്ടികളൊക്കെ ഓടിച്ചാടി നടക്കുന്ന ആ സ്കൂൾ മുറ്റത്തേക്കാണ് ഈ കൂറ്റൻ വൃക്ഷം കടപുഴകി വീണത്. നമുക്ക് ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ മരത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള കാറ്റാണ് ഇന്നലെ ആ കൂടൽ ഭാഗത്ത് ഇന്ന് പുലർച്ചയോടുകൂടി ഉണ്ടായത്. ഏതായാലും വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. ആരും ഓക്കെ, തീർച്ചയായിട്ടും ഇത് നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തുന്നുണ്ട്. പല ഇടങ്ങളിലും റിപ്പോർട്ടർ തന്നെ പല സമയങ്ങളിൽ പല ലൈവാത്തോടുകൾ നടത്തിയിട്ടുണ്ട്. സ്കൂളിന് മേലെ ചാഞ്ഞു നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ, അവ എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാം, അവ മുറിച്ചു മാറ്റണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. നിരന്തരം നമ്മൾ റിപ്പോർട്ടർമാർ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അപകടാവസ്ഥയിലുള്ള സ്കൂളിൻ്റെ കാര്യമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതാണ്.